ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. മോശയുടെ ശിഷ്യനായ യോശുവ, അധ്യായം 1. ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ മരണശേഷം ദൈവം നൂൻ്റെ മകനായ മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തു, എൻ്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമെല്ലാം പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോവുവിൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലെബനോനും തുടങ്ങി യൂഫ്രട്ടീസ് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശം മുഴുവനും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിങ്ങളുടെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിങ്ങളുടെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടി ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. ശക്തിയും ധൈര്യവും ഉള്ളവനായിരിക്കെ ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമെല്ലാം അനുസരിച്ച് നടക്കേണ്ടതിന് നീ നല്ല ശക്തിയും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്ക. ചെന്നെത്തുന്നിടത്തെല്ലാം നീ ശുഭമായി ഇരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയെല്ലാം ആചരിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നീ പ്രക്ഷോഭിതനാകും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടി ഉള്ളതുകൊണ്ട് ശക്തിയും ധൈര്യവും ഉള്ളവനായിരിക്ക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. യോശുവ ജനത്തിൻ്റെ പ്രമാണികളോടും ശാസ്ത്രിമാരോടും കൽപ്പിച്ചത്, പാളയത്തിൽ കൂടിക്കടന്ന് ജനത്തോട്, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് നിങ്ങൾ 3 ദിവസം കഴിഞ്ഞ് യോർദാനക്കരെ കടക്കേണ്ടതാകയാൽ ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളുവിൻ എന്ന് കൽപ്പിപ്പിൻ. പിന്നെ യോശുവ രൂബേന്യരോടും ഗാദ്യരോടും മനശ്ശെയുടെ പാതിഗോത്രത്തോടും പറഞ്ഞതെന്തെന്നാൽ, ദൈവദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ച വചനം ഓർത്തുകൊള്ളുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സ്വസ്ഥത നൽകി ഈ ദേശവും തന്നിരിക്കുന്നു. നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുകുട്ടികളും നിങ്ങളുടെ കന്നുകാലികളും യോർദാനക്കരെ മോശ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശത്തിരിക്കട്ടെ. എന്നാൽ നിങ്ങളിൽ യുദ്ധവീരന്മാരെല്ലാം സന്നദ്ധരായി നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി കടന്നു ചെന്ന് ദൈവം നിങ്ങൾക്കെന്ന പോലെ
നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും നിങ്ങളുടെ ദൈവമായ കർത്താവ് അവർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ അവരെ സഹായിക്കണം. അതിൻ്റെ ശേഷം നിങ്ങൾ ദൈവദാസനായ മോശ കിഴക്ക് യോർദാനിക്കരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശദേശത്തേക്ക് മടങ്ങി വന്ന് അതിനെ അനുഭവിച്ചു കൊള്ളുവിൻ. അവർ യോശുവയോട്, അങ്ങ് ഞങ്ങളോട് കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങളെ അയക്കുന്നിടത്തെല്ലാം ഞങ്ങൾ പോകും, ഞങ്ങൾ മോശയെ സകലത്തിലും അനുസരിച്ചതുപോലെ അങ്ങയെയും അനുസരിക്കും. നിന്റെ ദൈവമായ കർത്താവ് മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരുന്നാൽ മതി. ആരെങ്കിലും നിന്റെ കൽപ്പന ധിക്കരിക്കുകയും നീ കൽപ്പിക്കുന്ന യാതൊന്നിലും നിന്റെ വാക്കനുസരിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ മരിക്കണം. ശക്തിയും ധൈര്യവും ഉള്ളവനായി ഇരുന്നാലും എന്ന് ഉത്തരം പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.